Sorry. You are the brave guy from India that came to travel in Israel in war. നമ്മുടെ ബോംബ് ഷെൽട്ടറിലോട്ടാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ മഴ. ഓടിയോ ൊരു പുഴ, പുഴയിലൊരു മഴ, മഴയിലൊരു പുഴ, പുഴയിലൊരു മഴ. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഉമ്മാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൈഫയിൽ നിന്ന് സ്വാഗതം ചെയ്യുവാണ്. ഹൈഫയിൽ അഹമ്മദിയ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അഹമ്മദിയ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ മോസ്കിലായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തത്. നമ്മുടെ ഹൈഫയിലെ ബീച്ചാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ് ഹൈഫ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മൂന്നാമത്തെ വലിയ നഗരമാണ്. അപ്പം ഞാനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ഇതുവരെയായിട്ട് കൺഫേം ആയിട്ട് ഞാനൊരു ഐഡിയ ഇല്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മലമുകളിലൂടെ താഴ്വാരത്തൂടെ നടന്ന് ഞാൻ ഷോർട്ട് കട്ട് അടിച്ച് മലമുകളിൽ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി പോവാണ്. ഇദ്ദേഹമാണ് കേട്ടോ ഇത്രയും ദിവസം എന്നെ ഹോസ്റ്റ് ചെയ്ത് 2 ദിവസം. താങ്ക്സ് കേട്ടോ, വളരെ സന്തോഷം. താങ്ക് യു കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ജൂയിഷ് ഇതല്ലേ, നമ്മുടെ ഗ്രേവ് യാർഡ്. ഒരു ഭാഗം ജൂയിഷ്, ഒരു ഭാഗം ക്രിസ്ത്യൻസ്, ഒരുപാട് മുസ്ലിം, എല്ലാം അടുത്തടുത്ത് തന്നെ. ആ ഭാഗം മുസ്ലിംസ് അല്ലേ? അത് ഞാൻ ആരോ പറഞ്ഞു തന്നായിരുന്നു. ആ കാണുന്നത് നമ്മുടെ മുസ്ലിം ഗ്രേവ് യാർഡ്, വലിയ ഭാഗം ഈ വലിയ ഭാഗം നമ്മുടെ ജൂയിഷ് ഗ്രേവ് യാർഡ്, പിന്നെ ഇതിലേതോ ഭാഗം ക്രിസ്ത്യൻ ഗ്രേവ് യാർഡാണ്. പിന്നെ ആ കാണുന്നത് ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ നമ്മുടെ നോർത്തേൺ ഭാഗത്ത് യുദ്ധം നടക്കുമല്ലേ, അപ്പം അവിടെ നിന്നുള്ള ആളുകളെല്ലാം ഈ ഹോട്ടലിൽ കൊണ്ടുവന്ന് ഇവരുടെ ഗവൺമെൻറ്, ഇസ്രായേൽ ഗവൺമെൻറ് അവരെ പാർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഡെയിലി ഇത്ര പൈസ എന്നുള്ള അവർക്ക് ജീവിക്കാനായിട്ട് കൊടുക്കും. കാരണം യുദ്ധം നടക്കുന്നതുകൊണ്ട് അവിടെ ഉള്ള ആൾക്കാരെ എല്ലാം ഒഴിപ്പിച്ചിട്ട് ഹൈഫയിലെ ഹോട്ടലുകളിലൊക്കെയാണ് കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. തീർച്ചയായിട്ടും, വളരെ സന്തോഷം കേട്ടോ. താങ്ക് യു. അങ്ങനെ നമ്മുടെ മഴയൊക്കെ പൊയ്യുന്നുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ട് ഇന്നലെ വൈകിട്ടാണ് നമ്മുടെ മഴ പൊയ്യുന്നത് ആദ്യമായിട്ട് കണ്ട. അടിപൊളി മഴ കൊണ്ട് നടക്കുവാണ്, ഫുള്ള് മഴ കേട്ടോ. അയ്യോ എൻ്റെ മഴ. സുധാ ഏതൊക്കെ വീട്ടിൽ കൂടെയൊക്കെയാണ് ഞാൻ പോകുന്നത്. അവർ പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. മഴ നല്ലത് ഫുള്ളായ കേട്ടോ. ഇസ്രായേൽ ആദ്യം മഴയാ. സോ ഇൻട്രസ്റ്റിംഗ്. നല്ല തണുപ്പ്. എൻ്റെ അമ്മ, ഞാനൊരു കുന്ന് വലിഞ്ഞ് നടന്നിറങ്ങി. കാലെല്ലാം താണ്ടേ ഫുൾ അഴുക്കായി, ദേഹമെല്ലാം ഇതായി. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ച ആൻഡ്രിയയും, ഹായ് ആൻഡ്രിയ, റോണി, ഹലോ. അയ്യോ, അവൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അദ്ദേഹം ഫുള്ള് നനഞ്ഞ പരിപാടിയായി. സ്കൂള് വിട്ട് പോകുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നടക്കുവാണ്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ കണ്ടിട്ട് ഞാനിപ്പോൾ തിരിച്ച് വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. ഹൈഫ കാണാൻ എന്ത് മനോഹരം. എന്താ അടുത്ത് കിടക്കുന്നത് നമ്മുടെ ബീച്ചാണ്. അടിപൊളിയാണ്. ബീച്ചിൻ്റെ പാരലായിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ റെയിൽവേ ലൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത് മനോഹരം അല്ലേ. പുള്ളിയുടെ വൈഫ് ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി. ആ ബിരിയാണി കൂടെ എനിക്ക് പാക്ക് ചെയ്ത് തന്നു. പുള്ളിയുടെ ഫാമിലി നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഫാമിലിയൊന്നും നിങ്ങളുടെ അടുത്ത് കാണിച്ചില്ല. പുള്ളി എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റേ ചെയ്തില്ല നമ്മുടെ മലയാളി അഹമ്മദിയ മോസ്കിൽ. അപ്പം ഞാൻ ബസ് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കാണിച്ച നമ്മുടെ ദിനയില്ലേ, നമ്മുടെ യമനി ജോ, അപ്പോൾ പുള്ളിക്കാരിയുടെ ഫ്രണ്ടിൻ്റെ അങ്ങോട്ട് പോവാണ്. ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി. എൻ്റെ ബസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബസ്. എനിക്ക് തോന്നുന്നു എത്യോപ്യൻ ജ്യൂസ് ആണെന്ന് തോന്നുന്നു. ഞാൻ ബസ്സിൽ കയറിയിരുന്നപ്പോൾ കണ്ടില്ലേ, റിലീജിയസ് ആയതുകൊണ്ടാണ് കേട്ടോ തലയിൽ നമ്മുടെ മറ്റേ സംഭവം വയ്ക്കുന്നത്. ആർമിയിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. കമ്പനിയാണ് കേട്ടോ. കുറേ ആൾക്കാർ, എൻ്റെ മുന്നിൽ ഒരു സ്ത്രീ ഉണ്ട്, പുള്ളിക്കാരി എൻ്റെ അടുത്ത് നല്ലപോലെയാണ്, ഭയങ്കര കമ്പനിയായിട്ടാണ് സംസാരിക്കുന്നത്. ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ ഫസ്റ്റ് ദിവസം തൊട്ട് നോട്ടീസ് ഒരു കാര്യം ഇത്ര അതെ പുള്ളിക്കാരി ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ഇത് ലഹത്രി ഓത്ത് എന്ന് പറഞ്ഞാൽ സി യു എന്ന് നമ്മുടെ ഗുഡ് ബൈ പറയാം. ഹൗസ് മൈ ഹിബ്രോ. Good. Okay. It's going to be better if you stay here. To the Rabah. Okay. ബസ് ഇറങ്ങി വന്നത് ഏതോ ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ബസ് ഈ കാണുന്ന ബസ്സുകളാണ് കേട്ടോ. ഇതിന് നോർമലായിട്ട് വരുന്നത് 6 6 പറയുമ്പോൾ നമ്മുടെ നാട്ടില് 6 പറയുമ്പോൾ എത്രയായി? 6 × 23 അടിച്ച 6 ഷെക്കലിന്റെ പൈസ കിട്ടും. 6 × 20, അയ്യോ 6 × 10 60.
6x20 120. അപ്പോൾ 120ഉം 130 എത്രയും രൂപ ആവും കേട്ടോ. 135 രൂപ അടുപ്പിച്ചാണ് ഒരു ബസ് ടിക്കറ്റ് വരുന്നത്. നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാർഡുണ്ട്, അത് സ്വൈപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. നല്ല മനോഹരമായിട്ടുള്ള എന്താ പറയുക, ഭയങ്കര ക്വൈറ്റ് ആൻഡ് എന്താ പറയുക കാമായിട്ടുള്ള ഒരു ചെറിയൊരു സിറ്റിയാണ്. നമ്മുടെ ഹൈഫേന്ന് കുറച്ച് മാറിയായിട്ടുള്ള ഒരു ടൗൺ. Where are you going next? I didn't plan anything. Really? Yeah. Asia, big country. יבשת אסיה. A bit in Asia, big. זה מדינה גדולה או גדולה? דולה מדינה, דולה. זה אפילו יש בזה אותיות מהשם שלי. מה? זה מתחיל בהו. לא, מסורסה. מסורסה? בתרגום. אתה רוצה להשתמש בתרגום? ואז תדבר, כאילו רענו. What's your name? איך קוראים לך? אוהל. Ohel. Shalom, Ohel. Shalom. You wanna say hi? היי, How are you? הודיה. Shalom. הוא שאל אותך איך קוראים לך. പേര് നോ പ്രോബ്ലം. നമ്മളിവിടെ ടേബിളിന് മുന്നിൽ നിന്ന് കുറച്ച് അവൻ എന്റെ രാജ്യം ഗസ് ചെയ്യുവാണ് കേട്ടോ, ഞാൻ എവിടെ നിന്നാണെന്ന്. הוא מדבר בהודית, אני לא מבינה. עכשיו אתה כאילו בסוף זה ששם את הסוס צריך לקחת את הסוס. איזה תחמה. עכשיו אתה By mistake, he took two. കേട്ടോ ഞാൻ കുറെ നാൾക്ക് ശേഷം ജാക്കറ്റ് ഇടുന്നത്. തണുപ്പ് തുടങ്ങി ഇവിടെ തെല്ലവീവിലല്ല, ഇസ്രായേലിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവനെയും കൊണ്ട് അവൻ എന്തോ നിഞ്ച ക്ലാസ്സിന് പോവാണ് കേട്ടോ. പറക്കുന്നുണ്ടോ? അതാണ് കേട്ടോ നിഞ്ച. നമ്മുടെ നിഞ്ച സ്പേസ്, അതായത് കുട്ടികൾക്ക് ചാടുന്നതും ഓടുന്നതുമായിട്ടുള്ള അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അവനെ. הוא מפסיק. נעשה עוד פעם. הוא עשה ל10 שניות. מה? זה בארץ. אין לכם זמן חופשי. תן לי עכשיו מפסיק. זה קפיצה גבוהה. ומצב 2, כולם מצב 2. יפה. לעמוד פה זה יבשה. ידיים וחוזר. מילה למולה ולחזור. יופי. יעל ויונה. אני עושה את זה בחצי שנייה. וואי, עשית פרפור. את יודעת מה עוד? בואי שנייה לפה. תקשיבי, את עומדת ככה. אוקיי. אוקיי. חזק!
വീട്ടിൽ വന്നിട്ട് എന്താണ്ട് ഭക്ഷണം കഴിക്കുവാണ് കേട്ടോ. സലാഡും നമ്മുടെ അവക്കാടോ ഭയങ്കര കോമൺ ആയിട്ട് ധാരാളം ഉണ്ട് കേട്ടോ ഇവിടെ ഇസ്രായേലില്. പിന്നെ എന്തൊക്കെയോ റൈസും സംഭവങ്ങളൊക്കെയാണ്. ഇതിലൊരു പുഴ, പുഴയിലൊരു മഴ, മഴയിലൊരു പുഴ, പുഴയിലൊരു മഴ. Maria pula, pula mula. മഴയിലൊരു പുഴ, പുഴയിലൊരു മഴ. അടുത്ത ദിവസം രാവിലെ ഞാൻ ഇവിടെ നിന്ന് വിട പറയുവാണ് കേട്ടോ. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത്. ഇവിടെ നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലത്ത്. ഇമാരായിരുന്നു കേട്ടോ ഇവിടുത്തെ കിടക്കാച്ചി. ഹലോ, ബൈ ബൈ, ടാറ്റാ. Thank you so much for hosting me. Odaya. איזה כיף לארח אותך, איך אומרים את זה באנגלית? אני צריכה לדעת. Yeah. תודה רבה. בבקשה. അപ്പൊ നമ്മൾ തൂതറാബയും പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്. ബവാകാശ എന്ന് പറഞ്ഞ വെൽക്കം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ സിയു നമ്മൾ തിരിച്ചു പോകുമ്പോൾ എല്ലായിടത്തും പറയുന്നതിന് ലഹത്രിയോത്ത് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. ബൈ ബൈ. Bye. Ciao. See you. Thank you. Ta-da. ממש כיף על כל האירוח הזה שהגעתם. להתראות. ഞാൻ അവൾക്കൊരു നമ്മുടെ ഒരു പൈസ കൊടുത്തായിരുന്നു. അതിൽ ഞാൻ കുറച്ച് എഴുതി കൊടുത്തു. അവനുള്ള മകൻ അടിപൊളിയാണ് കേട്ടോ. അവന് വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫിലിപ്പീൻസിൻ്റെ ഒരു ടാഗ് ഗിഫ്റ്റ് കൊടുത്തു, ഒരു സുവനീർ. നമ്മൾ ബസ് സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 2 ലാംഗ്വേജിൽ, അറബിയിലും എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഹിബ്രുവിലും എഴുതി വെച്ചിട്ടുണ്ട്. 2 ലാംഗ്വേജിലാണ്. കാരണം ഇവിടെ ചില ഹൈഫൈലൊക്കെ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ മിക്സഡ് ആണ് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ജൂസും പിന്നെ അറബ്സും താമസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ. പിന്നെ ഇതുപോലത്തെ ഉള്ള ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ വെയിലടിക്കുന്നില്ല. അവിടെ നിന്ന് ഡയറക്റ്റ് വെയിലടിക്കുവാണ് കേട്ടോ. ഞാനിത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വേറൊരു വഴിക്ക് പോകും. നമ്മുടെ ദിന വേറൊരു വഴിക്ക് പോകും. ദിന, we see you in Jerusalem. I wish, inshallah. Hopefully, inshallah, yeah. See you, ciao. Ciao, bye-bye. Take care. If there is rockets, just hide. See you, okay? Goodbye, enjoy. Lahatriot. Ciao, ciao. നമ്മുടെ ഒരു അൾട്രാ ഓർത്തഡോക്സ് പുള്ളിയാണ് കേട്ടോ നിങ്ങൾ കണ്ടത് ബസ്സിലിരുന്ന്. പുള്ളിക്കാരൻ ബസ്സിൽ കയറിയ ഉടനെ തോറയുടെ ഒരു പോലത്തെ ഒരു ബുക്കുണ്ട്, അത് വായിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെയാണ് കേട്ടോ സാധാരണ എല്ലാവരും പ്രാർത്ഥനയിലാണ് അവർ. ഈ കാണുന്നത് നമ്മുടെ ബസ്സിന് പോകാൻ വേണ്ടി മാത്രമുള്ള ലൈനാണ്. ഞാനൊരു ബസ്സിൽ കയറി അടുത്ത ബസ്സിന് വേണ്ടി ഇവിടെ ഇൻ്റർചേഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ അക്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അതായത് അക്കോ എന്നും ഈ ഒരു സ്ഥലത്തിനെ പറയാറുണ്ട്. ഇത് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ലേറ്റായി പോയി, അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഇസ്രായേലിലുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പണ്ട് ഒരു വലിയൊരു ലോങ് ഹിസ്റ്ററിയാണ്. അതായത് ഈ ഒരു സ്ഥലം വേറെ ഭാഗങ്ങളിലായിരുന്നു. 1947 നമ്മുടെ ബ്രിട്ടീഷ് പലസ്തീൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. അതിനു മുമ്പ് പലസ്തീൻ്റെ കൂടെ അല്ലായിരുന്നു. പിന്നീട് 1947 ആക്ച്വലി പലസ്തീൻ്റെ കൂടെ ബ്രിട്ടീഷ് പലസ്തീൻ്റെ കൂടെ ജോയിൻ ചെയ്തത് പലസ്തീൻ രാഷ്ട്രത്തിൽ. പിന്നീട് 1948 ആയപ്പോഴേക്കും ആ ഒരു സ്ഥലം അറബ് ഇസ്രായേലി വാറിന് ശേഷം ബ്രിട്ടീഷുകാർ വിഭജിച്ചപ്പോൾ അത് ഇസ്രായേലിനായിട്ട് ഈ ഒരു സ്ഥലം കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആദ്യത്തെ പോപ്പുലേഷൻ ഏകദേശം 13,000 ആൾക്കാരായിരുന്നു. 13,500 പോപ്പുലേഷനായിരുന്നു. അതിൽ 11,000-ഓളം മുസ്ലിങ്ങളും 2,500-ഓളം ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും അറബ്സ് ആയിരുന്നു. പിന്നീട് അതിന് ശേഷം 1948 ശേഷം അത് ഇസ്രായേലിൻ്റെ കയ്യിലായപ്പോൾ പിന്നീട് ജൂയിഷ് സെറ്റിലേഴ്സ് ഇവിടെ വന്നു തുടങ്ങി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ജൂയിഷ് സെറ്റിലേഴ്സ് ഇവിടെ വന്നു തുടങ്ങി, ഇമിഗ്രൻസ് വന്നു തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 56,000-ഓളം ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 30% ഇവിടെ ഉള്ള അറബ്സ്, അതായത് മുസ്ലിംസും ക്രിസ്ത്യാനികളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ബാക്കി കൂടുതൽ എന്ന് പറയുമ്പോൾ ജൂത മതത്തിൽപ്പെട്ടവരാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇസ്രായേലിൽ ചില സിറ്റികൾ മാത്രമാണ് ഇങ്ങനെ അറബ്സും ജൂസുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത്. അതിൽ വൺ ഓഫ് ദ സിറ്റിയാണ്. വളരെ മനോഹരമായിട്ടുള്ള സിറ്റിയാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഗ്രേവ് യാർഡാണ് കേട്ടോ. ഇവിടുത്തെ ഗ്രേവ് യാർഡാണ്. ഇതെനിക്ക് തോന്നുന്നു അറബ്സിൽ മുസ്ലിങ്ങളുടെ ഗ്രേവ് യാർഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇത്രയും വലുതൊക്കെ ആക്കി ഇങ്ങനെ ഗ്രേവ് യാർഡ് ഇത്രയും പൊക്കത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അവരുടെ പേര്, വിലാസം, ഡീറ്റെയിൽസൊക്കെ.
ഈ കാണുന്ന ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേക മനോഹരം കേട്ടോ. ഇവിടെ നമുക്ക് ഇത് കോട്ടം മോള് പോലത്തെ സംഭവങ്ങളാണ്. ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് നമുക്ക് ബീച്ചിലുള്ള സൺസെറ്റും കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല മനോഹരം കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് അങ്ങോട്ട് നമ്മുടെ കോട്ടയ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. ഈ കാണുന്ന ഭാഗം നമ്മുടെ ബീച്ചിൻ്റെ ഭാഗമാണ്. ഈ കോട്ടയ്ക്ക് മുകളിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ ബോട്ടും സംഭവങ്ങളും. നമ്മുടെ മുനമ്പ് ഭാഗം ആ ഒരു ഭാഗത്താണ്. ഇവിടെ ആളുകളൊക്കെ ഇന്ന് മീൻ പിടിക്കുന്ന കാഴ്ചയാണ്. മാൻ അടിപൊളി കേട്ടോ. എന്ത് മനോഹരം. ഇതിൻ്റെ അകത്ത് നടക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. വേറെ ലെവൽ കേട്ടോ. അക്രയിൽ ആക്ച്വലി രാവിലെ വരണമായിരുന്നു, അതായിരുന്നു ഏറ്റവും ഇത്. എന്നാൽ നിങ്ങൾക്കും കുറച്ച് കാഴ്ചകൾ കാണാമായിരുന്നു, എനിക്കും മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാമായിരുന്നു. അത് ഇവിടുത്തെ ഒരു മുസ്ലിം ദേവാലയമാണ്, അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം ഇസ്ലാമും ക്രിസ്ത്യാനിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് ജ്യൂസ് വന്നു. മാത്രമല്ല നമ്മുടെ ദ്രൂസ് എന്ന് പറയുന്ന ഇതും പിന്നെ ബഹായ് എന്ന് പറയുന്ന എല്ലാവരെയും യുണൈറ്റ് ചെയ്തുള്ള ഒരു മതമാണ്. ബഹായുടെ ഒരു ഹോളി പ്ലേസും കൂടിയാണ് ഈ കാണുന്നത് നമ്മുടെ അക്കര, അതായത് അക്കോ. ഇതൊക്കെയാണ് നമ്മുടെ അക്കോയുടെ പഴയകാല ഒരു ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ. അതുപോലെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്നത്. ചെറിയ കടകളും കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. ടൂറിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര ആ ഒരു വൈബ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. കാരണം നമ്മുടെ ഹൈഫൈയും കാട്ടി കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലം കൂടിയാണിത്. എല്ലായിടത്തും നല്ല കുറേ പൂച്ചകൾ. മനോഹരം കേട്ടോ. ഇതൊക്കെ എനിക്കൊന്ന് സൂക്കാണെന്ന് തോന്നുന്നു. പണ്ടത്തെ നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ വെള്ളം പോകാനുള്ള പണ്ടത്തെ ചാലുകൾ, അതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പള്ളിയിൽ എന്തോ ബാങ്ക് കൊടുക്കുവാണ് കേട്ടോ. ഇതെവിടെയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുവാണ്, ഒരു പിടിയില്ല. കിടന്ന് കറങ്ങും വഴി അറിയാത്തവർക്ക് ആണെങ്കിൽ. പക്ഷെ മനോഹരം കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റും ഇപ്പൊ തണുപ്പ് കുറച്ചുള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ബഹർ ശുക്രൻ. ആ കാണുന്നത് പള്ളിയാണ്. അതോ മദ്രസത്ത് ശ്രദ്ധ. ബഹായ് അല്ല. പിള്ളേർക്കൊക്കെ നല്ല ശൈയാണ്. ഞാൻ രാത്രി ആയാലും നടന്ന് നമ്മുടെ ബീച്ചിൻ്റെ അടുത്ത് എത്തില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. ഇവിടെ എല്ലാം പണ്ടത്തെ ആൾക്കാരുടെ വീടാണ് കേട്ടോ. അവരുടെ വീടുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അക്രയിൽ നമ്മുടെ യോട്ടുകളൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ഹാർബറിലോട്ടാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്ത് മനോഹരം അല്ലേ, ഭയങ്കര മനോഹരം കേട്ടോ. വേറൊരു രസം, ഈ കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കാണുന്നത് ഒരു മുസ്ലിം ദേവാലയമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് വേറെ എന്തോ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ നമുക്ക് ബീച്ചിൻ്റെ അടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം. അയ്യോ, ഇത് പോലീസ് സ്റ്റേഷനൊക്കെയാണ് കേട്ടോ ആ കാണുന്നത്. കൊള്ളാം കേട്ടോ. മാൻ വേറൊരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ആക്ച്വലി സൺസെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഭംഗി മുഴുവനായിട്ട് പോയിട്ടുണ്ട്. അടിപൊളി. ഐ ഫ്രം ഇന്ത്യ. താങ്ക് യു സോ മച്ച്. അത് ചോദിക്കുകയാണ് കേട്ടോ, എവിടെ നിന്നാണെന്ന് ചോദിച്ചതാണ് കേട്ടോ പുള്ളിക്കാരൻ. നീ ഹാവ്. എന്നെ ചൈനക്കാരനാണെന്ന് ഉമ്മാര് വിചാരിക്കണ. ആനാ അമ്മാര് നീഹാവോന്ന് വന്ന് എൻ്റെ അടുത്തൊന്ന് വന്ന് പറയുക. ഈ കാണുന്നതാണ് നമ്മുടെ അക്കോ നഗരത്തിൻ്റെ മറ്റൊരു കാഴ്ച. ആ കാണുന്നത് നമ്മുടെ 2 പള്ളികളൊക്കെയാണ്. പിന്നെ അതാട്ടെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ദേവാലയം ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുവാണ്. ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ പള്ളിയിൽ കയറിയപ്പോൾ ഫുള്ള് മുട്ടായി കൊണ്ട് പൂശുവാണ്. ഇതാണ് കേട്ടോ ഈ ഒരു പള്ളിയുടെ അകം. ഈ കാണുന്നതായിരുന്നു നമ്മുടെ പള്ളിയുടെ അകം. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ കുറേ ഈത്തപ്പഴം കുറേ ഞാൻ കഴിച്ചു കേട്ടോ. കുറേ മുട്ടായൊക്കെ എനിക്ക് വാരി തന്നു. പിന്നെ ഇവിടെ ഇരിക്കാനും ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ ഉള്ള പ്ലേസ് ഉണ്ട്. ഞാൻ ഇനി പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഇതെന്തിനാണെന്തോ, ഇതെനിക്കൊന്ന് നമ്മുടെ നാട്ടിൽ മദ്രസ് പള്ളികളിൽ കൊടുക്കുകയില്ലേ,
ക്ഷേത്രത്തിനും പള്ളികളിലൊക്കെ. ആ ഒരു സംഭവമാണ്. ഇന്നൊരു ലോക്കർ തുറന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. കുനാഫയൊക്കെ ഇവിടെ ഭയങ്കര പ്രസിദ്ധമാണ് കേട്ടോ. നമ്മുടെ കുനാഫയുടെ ഷോപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാനൊന്ന് ഉള്ളിലോട്ട് കയറട്ടെ. കുനാഫ, ഹലോ. ഇവിടെ താണ്ടെ കുനാഫയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഇത് ഇവരുടെ മാർക്കറ്റ് ഏരിയ ആണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നത്. യുദ്ധം കാരണം തന്നെ എന്തോ ഫുൾ ഇതുപോലെ പല പല ഗല്ലികളിലായിട്ട് മാർക്കറ്റുകളാണ്. ഇവിടെ നമുക്ക് ചുമരിനായിട്ട് നമ്മുടെ അലക്സ മോസ്ക് ഇല്ലേ, അലക്സ മോസ്ക്, അതിൻ്റെ കുറച്ച് ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കൗബയുടെയും അലക്സ മോസ്കിൻ്റെ ഇതൊക്കെ വീടുകളാണ് കേട്ടോ. വീടിൻ്റെ വഴികളും സംഭവങ്ങളൊക്കെയാണ്. ചിലയിടത്ത് തുർക്കിഷ് ബസാർ എന്ന് പറയുന്ന ബസാറൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അത് എനിക്കറിയില്ല. പിന്നെ അൽജസർ മോസ്ക് എന്ന് പറയുന്ന മോസ്കാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വലിയൊരു പള്ളി. ഫുള്ള് വിജനത ആ സംഭവം അതുപോലെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതെന്താ ഗ്യാസ് കുറ്റി കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. നല്ല രസമുണ്ട് സംഭവം. പഴയ കണ്ടില്ല, ഇതെല്ലാം വീടുകളിലോട്ട് പോകുന്ന ഗേറ്റാ. ഇതുപോലുള്ള ബൈക്കുകളാണ് കേട്ടോ, ഇലക്ട്രിക് ബൈക്കുകളാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കടയാണ് ശരിയാക്കുന്ന കട. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അൽജസർ മോസ്ക്. ഇവിടുത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മോസ്കാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ എൻട്രി ഉള്ള ഒരു മോസ്കാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം എങ്ങനെയാണെന്ന്. എൻ്റെ അമ്മ വിചാരിച്ച പോലെ അല്ല കേട്ടോ, അതിമനോഹരം, നല്ല വലിപ്പമുള്ളൊരു പള്ളി. ഈ കാണുന്നത് നമ്മുടെ ശുചീകരണത്തിനുള്ള ഒരു പ്രദേശമാണ്. നല്ലൊരു പള്ളി കേട്ടോ. രാത്രി എനിക്ക് നല്ല മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ കൂടിയിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ ആരോ മരിച്ചു. ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാവരും മരണമായതുകൊണ്ട് പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് പുരുഷന്മാർ, അവിടെ ആ ഒരു ഭാഗത്ത് സ്ത്രീകളുടെ ഒരു യോഗമാണ്. ഇവിടെ മരണത്തിന് ഒത്തുകൂടി എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആണുങ്ങൾക്കൊരു പ്രത്യേകത്തിൽ, പെണ്ണുങ്ങൾക്കൊരു പ്രത്യേകത്തിൽ നടക്കുവാണ്. ഇവിടെ നമ്മൾ ഇത് ഫുള്ള് ഇതുപോലുള്ള കോട്ട മതിലാണ് കേട്ടോ. ഈ ഒരു നഗരത്തെ, ആക്ച്വലി ഈ ഒരു ചെറിയൊരു ടൗണിനെ കോട്ടകൾ കൊണ്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അടിപൊളി നമ്മുടെ ഫുട്ബോൾ ടർഫും പ്ലേ ഗ്രൗണ്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഈ കാണുന്നതെല്ലാം നമ്മുടെ കോട്ടയാണ് കേട്ടോ. ഈ കോട്ടയുടെ എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമ്മുടെ കോട്ടയുടെ മുൻഭാഗത്തായിട്ട്, ഇവിടെ അടിഭാഗത്തായിട്ട് മറ്റൊരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പോർട്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മിന. ഇവിടെ ഒരു മാർക്കറ്റിൽ പോയപ്പോൾ അവരെന്തോ ഒരു സംഭവം ഉണ്ടാക്കുവാണ് കേട്ടോ. വാട്ട് ഈസ് ഹിസ് നെയിം? പുള്ളിക്കാരനൊന്നും മനസ്സിലായില്ല. പുള്ളിക്കാരൻ എന്തോ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. എനിക്കൊന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചു നോക്കാം, ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. അടിപൊളിയാട്ടോ, അടിപൊളി സാധനം. ഞാൻ വല്ലതും കഴിക്കാൻ വേണ്ടി മാർക്കറ്റിലോട്ട് വന്നതാണ്. അതാ കണ്ടില്ലേ, സൂപ്പർ മാർക്കറ്റിനകത്ത് പാല് വാങ്ങാൻ കയറിയതാണ്. ഇവിടെ ഫുള്ള് മുട്ടായികളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഒരു ഭാഗത്ത്. പിന്നെ അവിടെ നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയുള്ള ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബദാമും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ആണല്ലേ, ഇവിടെ എല്ലാം ക്യാൻഡീസും പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ പിസ്സ, ബദാം സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കണ്ടില്ലേ, ഇത് നമ്മുടെ പിസ്സ, അതൊക്കെയാണ് കേട്ടോ ഇവിടെ വേറെ വ്യത്യസ്തമായിട്ടുള്ള കളർ ക്യാൻഡീസൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ. അവിടെ ഒരു അമ്മമ്മ രാത്രി ഇതാണ്ട് പൂച്ചയ്ക്ക് കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുവാണ്. എനിക്കൊന്ന് എല്ലാ ദിവസവും ചെയ്യുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ പാത്രമൊക്കെ കിടക്കുന്നത്. എനിക്ക് വേണ്ടി ഒരു മാത്രമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ബസ്. ആളുകളൊന്നും ആരുമില്ല കേട്ടോ ബസ്സിൽ. ഓക്കെ, സംതിങ് ഹോട്ട് ടു ഡ്രിങ്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നതാണ്. പുള്ളിക്കാരൻ പറഞ്ഞു എന്തെങ്കിലും കോഫിയോ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്ത് കുടിക്കാൻ പറഞ്ഞു. ഇവിടെ കുറേ ഭക്ഷണം സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഒരു ഹോട്ടലാണ് കേട്ടോ. ഞാൻ ചാർജ് വയ്ക്കാൻ വേണ്ടി മാത്രം വന്ന. താങ്ക് യു. വാട്ട്സ് യുവർ നെയിം? My name is Sahar. Sahal. Yeah, it's mean like the moon in Arabic. Moon in Arabic. Thank you, Sahar.
എനിക്ക് കോഫിക്ക് മിൽക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഞാനൊരു പാല് വാങ്ങുകയും ചെയ്തായിരുന്നു. പെട്ടെന്ന് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാമ്പ് ചെയ്തിട്ട് നിനക്ക് സ്ഥലമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു. ഭയങ്കര ലക്ഷറി ഹോട്ടലിൽ വന്നു കേട്ടോ, ബീച്ച് ഹോട്ടൽ. പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി കേട്ടോ, കാരണം കുറേ നാളായ കേട്ടോ. അതായത് പെട്ടെന്ന് ഇസ്രായേൽ ആദ്യമായിട്ടാണ് ഇത്രയും എന്നെ നല്ലതുപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്ത ഒരു വ്യക്തി ഇങ്ങനെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര പാവം. ഞാൻ മൊബൈലും ചാർജ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ണീന്ന് വെള്ളം വരുവാണ്. പുള്ളിക്കാരനാണ് കേട്ടോ ഇവിടുത്തെ ഷെഫ്. അവർ പറയുവാണ് എൻ്റെ അടുത്ത് ഡിന്നർ കൂടെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. വാട്ട്സ് യുവർ നെയിം ഷെഫ്? ഓഫേക്. നൈസ് ടു മീറ്റ് യു മാൻ. താങ്ക് യു സോ മച്ച്. ഇവര് ഇങ്ങനെ സ്നേഹിച്ചെല്ലാം കൊല്ലുമല്ലോ. ഞാൻ ഡിന്നറിന് വേണ്ടിയാണ് പാലൊക്കെ വാങ്ങിച്ചത്. അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഈ കാണുന്നതാണ് കേട്ടോ അക്കോ ബീച്ച് ഹോട്ടലാണ്. അക്കോ ബീച്ച്. ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തോ കേട്ടോ. എന്നിട്ട് എപ്പോഴെങ്കിലും പറ, നിങ്ങൾ പണ്ടൊരു ഇന്ത്യക്കാരന് ഹോസ്പിറ്റാലിറ്റി കൊടുത്തില്ലേ, അവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറയാം. അല്ല, എന്നിട്ട് പറ അവൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വന്നേണെന്ന് പറയണം കേട്ടോ. അപ്പോൾ അവർക്ക് സന്തോഷമാവും. ഈ കാണുന്നത് കോബെ എന്ന് പറയുന്ന ഒരു ഫുഡാണ്. ഇത് മിൽക്കും നോൺ വെജും ആണ് കേട്ടോ. അതായത് നമ്മുടെ ജൂത മതത്തിൽ അവർക്ക് ഹലാല് ഭക്ഷണം എന്ന് പറയുമ്പോൾ, അതായത് അവരുടെ കൊഷർ എന്ന് പറയുമ്പോൾ മീറ്റും പാലും കൂടെ അവർക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നോൺ വെജ് ആണ്. പിന്നെ ഇവിടെ നമ്മുടെ സാൽമൺ, ഫിഷ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ബ്രോക്കളി, അടിപൊളി. ഇവിടെ എന്തൊക്കെയോ ഒരു കുറേ ഭക്ഷണങ്ങളുണ്ട്. അതാണ്ട് ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് കഴിക്കട്ടെ. അപ്രതീക്ഷിതമായിട്ട് ചാർജ് വെക്കാൻ കയറി എനിക്കിവിടെ ഡിന്നറോടെ വന്നിരിക്കുകയാണ്. ഈ ഒരു ഫുഡ് ഞാൻ മിനിമം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇപ്പം നല്ലതുപോലെ ഇപ്പം കഴിക്കുവാണെങ്കിൽ മിനിമം എൻ്റെ കയ്യിൽ നിന്നൊരു 200 ഷെക്കൽ, 100 ഷെക്കൽ മിനിമം പൊട്ടും. 100 ഷെക്കൽ എന്ന് പറയുമ്പോൾ തന്നെ 2300 രൂപ അടുപ്പിച്ചായി കേട്ടോ. എനിക്കുറപ്പുണ്ട് 100 ഷെക്കലിന് ഇത്രയും കിട്ടൂല കേട്ടോ. അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളി നല്ല ഭക്ഷണമായിരുന്നു. ആക്ച്വലി ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളൊന്നുമില്ല. ഈ ഹോട്ടലിൽ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഒരു വർഷമായിട്ട്. അതെന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ലെബനോന് യുദ്ധം നടക്കുന്നില്ലേ, ബോർഡർ ഭാഗത്തുള്ള ഒരു വർഷമായിട്ട് അവിടെയുള്ള വില്ലേജിലുള്ളയൊക്കെ ആളുകളെ എല്ലാവരെയും ഒഴിപ്പിച്ചിട്ട് അവരെ ഇതുപോലുള്ള ഹോട്ടലുകൾ ഹൈഫയിൽ, അക്രയിലൊക്കെ സ്റ്റേ ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് അവർക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട, ഗവൺമെൻറ് ഇതെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ഇപ്പോൾ ഒരു വർഷമായിട്ട് അവരിവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ ഭക്ഷണം കഴിച്ച് ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണ് കേട്ടോ. അതാണ് എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാ. കണ്ടില്ലേ പോകുന്നുണ്ടോ? സോറി You are the brave guy from India that came to travel in Israel in war and winter time. Okay. So you are super brave. So, everyone is like Yeah, liking you super. Thank you so much, man. You are more than welcome, my friend. Thank you, shukran. My guest, if you would like, you have him home. No, thank you. Thank you so much. Okay. Have a nice day, my friend. I will recommend people to come here, Akko Beach. If you will come back, that would be enough. Yeah, sure. അവരെൻ്റെ അടുത്ത് വേണമെങ്കിൽ ഹോട്ടലിൻ്റെ അകത്തൊക്കെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു. ബി മൈ ഗസ്റ്റിലൊക്കെ കുറേ തവണ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. മാത്രമല്ല എനിക്ക് വേറെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ ഫ്രണ്ടിനെ ഞാൻ കാത്തിരിക്കുവാണ്. ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ബസ്സിൽ കയറിയിട്ട് ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സുഹൃത്തും കൂടെ ബസ് ഇറങ്ങി നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ഒരു സിമെൻട്രിയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഗ്രേവിയാർഡ്. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഗ്രേവിയാർഡാണ് കേട്ടോ. അതാ എൻ്റെ അമ്മ കല്ലറയിലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പള്ളി, ആരും നമ്മളെ വന്ന് ഭൂതപിശാചുക്കളൊന്നും നമ്മളെ വരരുതേ പടച്ചവനെ. ഫുള്ള് കല്ലറയോടെ നടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. എനിക്ക് പേടിച്ച് ഞാനിപ്പം മൂത്രമൊഴിക്കും കേട്ടോ. ഭയങ്കര ഇതിൽ വന്ന ഞാനാണ്. പക്ഷേ നല്ല അടിപൊളി ശവക്കല്ലറുകൾ കേട്ടോ, മനോഹരമായിട്ടുള്ള. നമ്മൾ ഇതിൻ്റെ ഇടയിൽ അടിച്ചടക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇനി തൽക്കാലം നമ്മൾ മതിൽ കയറി ചാടി തുറന്ന് നടക്കുമായിരുന്നു. നമ്മൾ ഭയങ്കര മുകളിൽ കൂടെ കയറിപ്പോകും. ഇവിടെ നമുക്ക് ബോംബിൻ്റെ ഷെൽട്ടറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അലാറം വരുമ്പോൾ ബോംബ് വീഴാതിരിക്കാൻ വേണ്ടി അകത്തോട്ട് പോകുന്ന ഒരു സംവിധാനം. ഓക്കെ. ഇത് നമ്മുടെ ഇത് നമ്മുടെ പട്ടാളക്കാരുടെയാണ്. ഇറ്റ്സ് എ സോൾജിയർ ഫ്ലാഗ്. പട്ടാളക്കാരുടെ കബറിടങ്ങളാണ് കേട്ടോ. കണ്ടില്ലേ? എനിക്കൊന്നു ഇത് ഓരോ പട്ടാളക്കാരുടെ കണ്ടില്ലേ? ആർമിയുടെ പിക്ചർ. ദിസ് ലുക്സ് സോ ന്യൂ റൈറ്റ്. ഇപ്പോഴായിട്ട് ഏതെങ്കിലും യുദ്ധത്തിന് മരിച്ചതായിരിക്കണം കേട്ടോ.
പുള്ളി റഷ്യൻകാരനാണ് കേട്ടോ, റഷ്യൻ ഇസ്രായേലിയാണ്. അതുകൊണ്ടാണ് താണ്ട് റഷ്യയിലും എഴുതി വെച്ചിരിക്കുന്നു, അവിടെ നമ്മുടെ ഹിബ്രുവിലും എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ പല ഇതായിട്ട് കേട്ടോ. ഇവിടെ ഇത് നമ്മുടെ ഇസ്രായേൽക്കാരൻ തന്നെയാണ്. അങ്ങനെ പല ആൾക്കാരുടെ ബോഡിയും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ്. മരിച്ച വർഷം ഉണ്ടല്ലേ, 20-ാം വയസ്സിൽ മരിച്ചു. ഈ കാണുന്ന ഒരു പട്ടാളക്കാരൻ 18-ാം വയസ്സിലാണ് മരണപ്പെട്ടത്. ഈ കാണുന്ന മറ്റൊരു പട്ടാളക്കാരൻ 25-ാം വയസ്സിൽ മരണപ്പെട്ടു. ഈ പുള്ളി മരണപ്പെട്ടത് 21-ാം വയസ്സിൽ. എല്ലാവരും വളരെ യങ്ങിലാണ് കേട്ടോ, യങ് ഏജിലാണ് മരണപ്പെട്ടത്. പക്ഷെ ഇതെല്ലാം മരണപ്പെട്ടിരിക്കുന്നത് നമ്മുടെ 1973, 74 കാലഘട്ടത്തിലാണ് കേട്ടോ. ഇവരെല്ലാം തന്നെ മരണപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഒരു പയ്യൻ്റെ ഇതാണ് കേട്ടോ, 23.5 വയസ്സിലാണ് മരണപ്പെട്ടത്. 2006 വർഷത്തിലാണ് മരണപ്പെട്ടത്. ഈ QR സ്കാനിന് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുള്ളൊക്കെ ഒരു QR ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി സംഭവങ്ങളാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ ബോംബ് ഷെൽട്ടറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നിന്ന് ലെബനോൺ ബോർഡർ ഇനി ഒരു 10, 20, 30 കിലോമീറ്റർ, 20 കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ കേട്ടോ. യുദ്ധമാണ്. അപ്പോൾ രാത്രി ചിലപ്പോൾ ബോംബ് വീഴുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കും. സൈറൻ കേൾക്കുമ്പോൾ നമ്മൾ എണീക്കില്ല ചിലപ്പോൾ അപ്പോൾ നമുക്ക് ഓടാൻ പറ്റൂല. അപ്പോൾ ആ ബോംബ് ഷെൽട്ടറിൻ്റെ അകത്ത് തന്നെ കിടന്നാൽ ചിലപ്പോൾ അവിടെ തന്നെ കിടന്നാൽ മതിയില്ല, പിന്നെ ഓടണ്ടല്ലോ. എന്തായാലും ഓടിയാലും രാത്രി ബോംബ് ഷെൽട്ടറിൻ്റെ അകത്തല്ലേ പോവേണ്ടത്. അതും ആ ഷെൽട്ടർ വലിയ പവറൊന്നുമില്ല കേട്ടോ. കണ്ടിട്ട് ഭയങ്കര ഇപ്പോഴായിട്ട് ഇതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഓരോ കല്ലറയ്ക്കും അവരെന്തൊക്കെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് നോക്കിയേ. ഇവിടെ തൊണ്ടേ ഹൈന കിടന്ന് ഓടുവാണ് കേട്ടോ. ഒരു ഹൈന അതോ നോക്കുന്നുണ്ടാവൻ. അവിടെ നിന്ന് ഒരു കണ്ണ് കണ്ടോ നിങ്ങൾ? അത് ഹൈനയാണ് കേട്ടോ. അവളെ നോക്കുവാണ്. ഹൈന നിങ്ങൾക്കറിയാലോ. ഇത് ഓടുന്നു. കടിക്കുമെന്തോ അറിയാം, ആർക്കറിയാം. കുറേ പൂക്കൾ, എനിക്ക് തോന്നുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അങ്ങനെ ബോംബ് ഷെൽട്ടർ എങ്കിൽ ബോംബ് ഷെൽട്ടർ. ഇന്ന് നമ്മൾ ബോംബ് ഷെൽട്ടറിലോട്ടാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് കേട്ടോ ബോംബ് ഷെൽട്ടറിൻ്റെ ഒരു റൂം. അപ്പോൾ അങ്ങനെ ബോംബിൻ്റെ ഷെൽട്ടറിൽ ഇന്ന് രാത്രി കിടന്നുറങ്ങുവാണ്. ബോംബ് ഷെൽട്ടറിൽ കിടക്കാൻ ഒരു ഭാഗ്യം വേണം. അപ്പോൾ അതാകുമ്പോൾ രാത്രി ഓടണ്ട. എൻ്റെ കൂടെ ആരാണുള്ളതെന്ന് ഞാൻ ഇതുവരെയായിട്ട് പരിചയപ്പെടുത്തിയില്ല. അത് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവരും ബൈ.